Alhamdulillah, Rabbil Alameen. Assalatu wassalamu ala Rasulillah amma ba'd. Rabbi shrah li sadri വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്ന് ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനാണ്. ആ ഒരു വിഷയം എന്താണെന്നറിയോ? ഇസ്ലാമിലെ ആഘോഷങ്ങൾ. നമ്മുടെ മതമായ പരിശുദ്ധ ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. ആ രണ്ട് ആഘോഷങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന രണ്ട് ഈദുകളാണ്. ഒന്ന് ഈദുൽ ഫിത്തർ, പിന്നെ ഒന്ന് ഈദുൽ അദ്ഹ അല്ലെങ്കിൽ ബലിപെരുന്നാൾ. ഇത് രണ്ടാണ് നമുക്ക് ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ള ഏറ്റവും നന്നായിട്ടുള്ള ഹലാലായ ഖൈർ തരുന്ന രണ്ട് ആഘോഷങ്ങൾ. ഈ രണ്ട് ആഘോഷങ്ങളിലും രണ്ട് പെരുന്നാൾ നിസ്കാരങ്ങൾ ഉണ്ടായിരിക്കും. അത് അന്നത്തെ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ്. ഈദുൽ ഫിത്തറിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ നമുക്കറിയാം, ഈദുൽ ഫിത്തറിൻ്റെ തൊട്ട് മുമ്പായിട്ട് 30 ദിവസങ്ങളിലുള്ള റമദാൻ മാസം കടന്നു പോയിരിക്കുകയാണ്. ആ റമദാൻ മാസത്തിൽ നമ്മൾ ഭക്ഷണം രാവിലെ തൊട്ടിട്ട് വൈകുന്നേരം വരെ കഴിക്കാതെ നിന്നു. അതൊരു ചെറിയൊരു ത്യാഗമാണ്. എന്നാലും അത് സഹിച്ചതിന് വേണ്ടിയിട്ടുള്ള 30 ദിവസത്തെ നോമ്പ് നമ്മൾ എടുത്തതിന് വേണ്ടിയിട്ടുള്ള ഒരു ആഘോഷം പങ്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു വളരെ നന്നായിട്ടുള്ളൊരു ദിവസം തന്നെയാണ്. അടുത്തതായിട്ട് ഈദുൽ അദ്ഹയാണ്, അല്ലെങ്കിൽ ബലി പെരുന്നാളാണ്. അത് ഹജ്ജിൻ്റെ ആ ഒരു സമയത്താണ് നടക്കുന്നത്. ആ ഒരു പെരുന്നാളുള്ളത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാജറ ബീവിയുടെയും ഒക്കെ ത്യാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്മരണയാകുന്നു. അവർ കുറേ ത്യാഗങ്ങൾ അവർ ഏറ്റിട്ടുണ്ട് അല്ലേ. അന്നാണ് ഇസ്മായിൽ നബിയെ അറക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു ഒരു സ്വപ്നത്തിലൂടെ ഇബ്രാഹിം നബിക്ക് കാണിച്ചു തന്നത്. അതൊരു വലിയൊരു പരീക്ഷണമായിരുന്നു. കാരണം ഏത് ഉപ്പയാണ് തൻ്റെ മകനെ കൊല്ലാൻ നോക്കുക അല്ലെങ്കിൽ അറക്കുക? അങ്ങനെ അന്ന് എന്താണ് അള്ളാഹു ചെയ്തത്? ഒരു ബലിമൃഗത്തെ ആണ് അള്ളാഹു അവർക്ക് വേണ്ടി അറക്കാൻ കൊടുത്തത്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ദിവസത്തും ഒരു ബലി മൃഗത്തെ അറുത്തിട്ട് കൊടുക്കുന്നതായിരിക്കും, സദക്ക ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ടാണ് നമ്മുടെ ഇസ്ലാമിൽ അനുവദിച്ചിട്ടുള്ള ആഘോഷങ്ങൾ. ഈ ഒരു സമയത്ത് നമുക്ക് ആഘോഷിക്കാം, നമുക്ക് കുടുംബ ബന്ധങ്ങൾ ചേർക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് സന്തോഷം പങ്കിടാം. അങ്ങനെ എല്ലാ ഹലാലായ വഴികളിലൂടെയും നമുക്ക് ആഘോഷങ്ങൾ പങ്കിടാൻ പറ്റുന്നതാണ്. പക്ഷെ ഒരിക്കലും അമിതമായി പോകരുത്. ഇസ്ലാം മോഡറേറ്റ് ആയിട്ടാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കൊരു ഹദീസിലൊക്കെ അത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. കുലു വഷ്റബു വൽബസു വതസദ്ദഖു ഫി ഗൈരി ഇസ്റാഫിൻ വലാ മഖീൽ. നിങ്ങൾക്ക് കുടിക്കാം, വസ്ത്രം എടുക്കാം, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ അത് വല്ലാണ്ടായി പോകരുത്, വാനിറ്റിയും ഉണ്ടാവരുത് അതിൽ എന്ന്. ഇത്ര മാത്രമാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു സ്പീച്ചിൽ പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്, നമുക്ക് ഈ ഒരു രണ്ട് ആഘോഷങ്ങളിലും നന്നായിട്ട് കുടുംബബന്ധം ചേർക്കാനും കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.